ഇഷ്ടപ്പെട്ട പടം? വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു നല്ല സിനിമയാണ്. അതുകൊണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റിയ രീതിയിലാണോ? പ്രേക്ഷകരെ പിടിച്ചിരുത്താം, കുഴപ്പമില്ല. പക്ഷേ ഇത് രാജ്യത്തിന് ഒരു ഇതാണ്. ശരിക്കും ഇതിനെതിരെ ഒരു പ്രതിഷേധമൊക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പ്രതിഷേധം വർഗീയ ശക്തികൾ എപ്പോഴും ഇത്തരം കാര്യങ്ങളെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഈ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഓരോ ഇന്ത്യക്കാരനും പറ്റിയ സിനിമയാണ്. കൊള്ളാം. കുഴപ്പമില്ല. ഈ മീഡിയയിൽ നടക്കുന്ന ഈ പ്രതിഷേധമൊക്കെ ഈ പടമായിട്ട് ബന്ധപ്പെട്ടാണ് വെറുതെ കാണുന്നതാണ് നല്ലത്. ചിത്രം ഇഷ്ടപ്പെട്ടായിരുന്നു? ഓക്കെ, കണ്ടിരിക്കാം. എങ്ങനെയുണ്ട് അവരുടെ കഷ്ടപ്പാടും ഈ ഒരു ചിത്രം ഇതേപോലെ ചിത്രം? എഫേർട്ടൊക്കെ ഓക്കെ. ഒരു വലിയ സ്ക്രീനിൽ കാണാനുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷേ OTT-യിലൊന്നും കാണാൻ പറ്റില്ല. ഡയറക്ട്ലി എന്തായാലും തിയേറ്ററിൽ മാത്രം കാണണം. അതെ, തിയേറ്ററിൽ തന്നെ കാണണം. എന്നാൽ അവർ എഫക്റ്റ് കിട്ടുള്ളൂ. അതിന്റെ എഫേർട്ടിന്റെ ഗുണം കിട്ടുന്ന തിയേറ്ററിൽ കാണുമ്പോഴേ അറിയാം. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇതേപോലൊരു ചിത്രം എത്തിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം തന്നെയല്ലേ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. മലയാള സിനിമ അത്ര മോശമൊന്നുമല്ല. നമുക്ക് എത്രയോ ഫിലിംസ് ഇതുപോലെ ടെക് ഫിലിംസ് ഇനിയും വരും, നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ മൂല്യം തോന്നിയ ഡയറക്ഷനിലാണോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള വിഭാഗങ്ങളാണ്? മാസ് മൂവി, അതാണ് മാസായിട്ടാണ്. തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ ഒരു ആക്ടിങ് എങ്ങനെയുണ്ട്? ലൂസിഫർ തന്നെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട് ചിത്രം? എങ്ങനെയുണ്ട് ചിത്രം? കുഴപ്പമില്ല. പക്ഷെ അതിൽ രണ്ട് ഇത് കട്ട് ചെയ്ത് കളയാണ്ട് വർഗീയതയുണ്ട്. ആദ്യത്തെ ഒരു ഇതുണ്ട്, അത് വർഗീയത നമ്മൾ പഴയ കാലങ്ങൾ ഓർമ്മ വരുത്തണാണ്. ചിലപ്പോൾ ഇപ്പം ഇനി വരാൻ പോണ തെരഞ്ഞെടുപ്പിന് അനുകൂലമായിട്ടുള്ള ഇതായിരിക്കും ഉള്ളത്. പക്ഷെ അത് തെറ്റാണ്. രണ്ട് സീൻ ശരിയല്ല. എന്തായാലും ഈ രണ്ടു സീൻ കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറയാനായിട്ടായിരുന്നു. കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പടം വിജയിക്കില്ല, അത് വേറെ പ്രശ്നം. പക്ഷെ വർഗീയത കൊണ്ടാണ് ഇപ്പൊ പിടിച്ചിരിക്കണ ഈ പടം. ശരിക്കും ഈ ഒരു ചിത്രം ഇംഗ്ലീഷ് പടത്തിന്റെ ഈ ഇംഗ്ലീഷ് സിനിമകളുടെ അത്ര തന്നെ ഒരു തലത്തിലാണോ ചിത്രീകരിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു 3 ഭാഗമായിട്ടാണ് ഇത് ചിത്രീകരിച്ചത്. 3 കഥയാണ് അതിൽ ഒരു ഗുജറാത്ത് കലാപം, പിന്നെ വേറെ ഇറാഖിലെ ഒരു കല, അങ്ങനത്തെ ഒരു സംഭവം. പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്നാണ്. വർഗീയതയാണ് ഇതില്. വർഗീയത കഴിഞ്ഞ ഇത് പോയി പടം വിജയിക്കില്ല. ഇതിന്റെ വിജയം വർഗീയതയാണ്. പക്ഷെ അത് പാടില്ല. എന്താ വെച്ചാൽ നമ്മൾ 20 വർഷം 22 വർഷം മുമ്പുള്ള കാലങ്ങൾ അതിൽപ്പെട്ട 2 വിഭാഗക്കാർ ഓർക്കണാണ്. അതുകൊണ്ട് ഈ തലമുറക്ക് എന്ത് വരും എന്നുള്ളത് നമ്മൾ ചിന്തിക്കാനുണ്ട്. മറന്നു കളയേണ്ട കാര്യം വീണ്ടും ഓർക്കണം. അതായത് 20 വർഷം മുമ്പ് അത് കഴിഞ്ഞ് നമ്മൾ ഒന്നിച്ചു പോണേണ്. അതാണ് പിന്നെ രണ്ടാമത് എടുത്ത് വന്നേക്കണത്. അത് ഭയങ്കര ഒരു ഇതാണ്, തെറ്റാണ്. ചിത്രം എങ്ങനെയുണ്ട്? ഞാൻ 2 പ്രാവശ്യം കണ്ടത്. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? കുഴപ്പമില്ല, നല്ല ഡയറക്ഷൻ, നല്ല മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടൻ്റെ അഭിനയൊക്കെ ഉണ്ട്. ഡയലോഗ്സ് കുറവാണെന്ന് പറഞ്ഞാൽ ശരിയാണോ? ഡയലോഗ്സ് അല്ല, ലാലേട്ടൻ ത്രൂ ഔട്ട് മൂവിയിലില്ല. കുറച്ച് ലാഗ് പോലെ തോന്നി, ചില ഭാഗങ്ങളിൽ ലാഗ് പോലെ തോന്നി. പക്ഷെ പടം മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ശരിക്കും മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് കൊടുത്തിരിക്കുന്ന വലിയൊരു സിനിമ എന്നാണ് വേണമെങ്കിൽ പറയാം. കാരണം ഇംഗ്ലീഷ് പടത്തിന്റെ തലത്തിൽ തന്നെ അല്ലേ? ഹോളിവുഡ് ലെവൽ, ബോളിവുഡ് ലെവലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒത്തിരി പ്രതിഷേധങ്ങൾ മീഡിയകൾ കവർ ചെയ്യുന്നുണ്ടല്ലോ, ശരിയാണോ? അതിനെക്കുറിച്ച് ഡീഗ്രേഡിങ് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. പിന്നെ അവരെ കുറെ എക്സ്പെക്ടേഷൻ ആയിട്ട് വർഗീയതയെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? വർഗീയതയെ കുറിച്ച് കുറച്ച് പരാമർശിക്കുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. എന്തായാലും കിടക്കാച്ചി പടമാണ് അല്ലേ? അടിപൊളി. ഞാൻ എന്തായാലും റെക്കമെൻഡ്. എത്ര പ്രാവശ്യം കാണും? ഇനി കാണുന്നുണ്ടോ? ഇനി ഒരു പ്രാവശ്യം കാണോ? ഇനി അവസരം കിട്ടിയ ഇനിയും കാണാം.